അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാലഘട്ടത്തിൽ ഒരു വിഭാഗം സൈന്യത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നജിദിന്റെ ഭാഗത്തിലേക്ക് യുദ്ധത്തിൽ കടത്തിച്ചു. സാധാരണ യുദ്ധത്തിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വയം പോകലുണ്ട്. ചില സന്ദർഭത്തിൽ ചില സൈന്യത്തെ മാത്രം കടത്തുന്നുണ്ട്. അങ്ങനെ സൈന്യത്തെ കടത്തിട്ട് അങ്ങനെ പോയിട്ട് യുദ്ധം കഴിഞ്ഞാൽ ഒമ്പിച്ച വിജയം കിട്ടിയിട്ട് എത്ര വേഗം പോയാൽ അത്ര വേഗം ഫാസ്റ്റായിട്ട് തിരിച്ചു വന്നതാണ്. നല്ല യുദ്ധത്തിൽ ഗനീമത്ത് സ്വത്ത് കിട്ടിയിട്ട് ഗനീമത്ത് സ്വത്ത് എന്ന് ശത്രുക്കൾ നിന്നിട്ട് യുദ്ധം കഴിഞ്ഞപ്പോൾ ശത്രുക്കൾ പരാജയപ്പെട്ടെങ്കിൽ അങ്ങ് ഓടുന്നത്. അപ്പോൾ അങ്ങനെ കുറേ സ്വത്ത് കിട്ടും. ആ സ്വത്തുകളെ പേര് മുസ്ലിം ഓതിയാക്കോ അങ്ങനെ കുറേ ഗനീമത്ത് സ്വത്തുമായിട്ട് പോയ എത്രയും ഫാസ്റ്റിൽ തിരിച്ചിട്ട് വന്നാറ്. അപ്പോൾ മദീനത്തിൽ ഭാര്യ ഒരു സടകരമായ ഒരു സംഭ്രമത്തെ ഒരു സമയമായിട്ട് എല്ലാവരും കൊണ്ടാടിയാർ. എത്ര വേഗം പോയാൽ അത്ര വേഗം ഫാസ്റ്റായിട്ട് തിരിച്ചു വന്നാറല്ലേ. മാത്രമല്ല വലിയൊരു യുദ്ധ സ്വത്തുമായിട്ട് ഗനീമത്ത് സ്വത്തുമായിട്ട് തിരിച്ചു വന്നാൽ ഇങ്ങനത്തെ ഒരു സംഭ്രമം എപ്പോഴും ആയിട്ടില്ല. ഇത്ര ഫാസ്റ്റ് പോയിട്ട് തിരിച്ചു വന്നാൽ ധാരാളം ഗനീമത്ത് സ്വത്തും വാങ്ങാർ. അപ്പോൾ വലിയൊരു സംഭ്രമത്തെ ഒരു വിഷയമായിട്ട് എന്ത് മദീനത്ത്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്ന് അല അദുല്ലുക്കും അലാ ഖൗമിൻ അഫ്ളല ഗനീമത്തൻ വഅസ്റാ റജഅ. ഓ സഹാബ, നിങ്ങൾ ഇത്ര സന്തോഷിക്കാറില്ലേ? എങ്കിൽ ഇതിനായിട്ട് വേറൊരു സന്തോഷത്തെ ഇതിനായിട്ട് ശ്രേഷ്ഠമായ ഒരു കാര്യം നിങ്ങൾക്ക് ആ പരിപാടി തരണ്ട. അല്ലെങ്കിൽ ഇത്ര വേഗം പോയിട്ട് യുദ്ധം കഴിഞ്ഞിട്ട് ഗനീമത്ത് സ്വത്തോട് കൂടി ടൈം വേസ്റ്റ് ആയിട്ടില്ല, ഇത്ര വേഗം തിരിച്ചു വന്നില്ലേ. എങ്കിൽ ചെറിയൊരു സമയത്ത് വലിയൊരു കൂലി സമ്പാദിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ആ ചെന്ന് തരട്ട. ഖൗമുൻ ഷഹീദു സ്വലാത്ത സുബ്ഹി തുമ്മ ജലസു യദ്കുറൂനല്ലാഹ ഹത്താ ത്വലഅത്തി ശംസ്. ഒരു വിഭാഗം ആൾക്കാർ അങ്ങ് പള്ളിക്ക് സുബഹി ജമാഅത്ത് പോയാൽ എന്നിട്ട് പള്ളിയിൽ വെച്ചിട്ട് അങ്ങനെ ജമാഅത്തായിട്ട് നിസ്കരിച്ചിട്ട് പിന്നെ അതേ പക്കത്തിൽ വെച്ചിട്ട് അള്ളാഹു ദിക്ർ ചെന്നു താങ്ങിയാൽ അങ്ങനെ ദിക്ർ ചെന്നിട്ട് സൂര്യ ഉദയത്തോളം അള്ളാഹു ദിക്ർ ചെന്നിട്ടു ആ പക്കത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അതിനായിട്ട് ശ്രേഷ്ഠമായ ഒരു കാര്യമായിട്ട് ഉലായിക്ക് അസ്റഉ റജഅത്തൻ വഅഫ്ളലു ഗനീമ. അങ്ങനെ പോയിട്ട് പള്ളിയിൽ പോയിട്ട് വെച്ചിട്ട് ജമാഅത്തിൽ ഭാഗവഹിച്ചിട്ട് എന്നിട്ട് ദിക്ർ ചെന്നിട്ട് സൂര്യോദയത്തോളം ദിക്റത് ഇതിനായിട്ട് ഹൈറായ ഒരു കാര്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ യുദ്ധത്തിൽ പോകുന്ന അതിനായിട്ട് ശ്രേഷ്ഠവും അതുപോലെ വലിയ ലാഭദായകമായ ഒരു കാര്യമായിട്ട് സുബഹി നിസ്കരിച്ചിട്ട് ഞങ്ങൾ ദിക്ർ ചെന്നിട്ട് ഖുർആൻ ഓതിയിട്ട് സ്വലാത്ത് ചെന്നിട്ട് സൂര്യോദയ ആവത്തോളം ദഹിക്കുന്നത് എന്ന് മാത്രം ഇന്നലെ ഹദീസിൽ കണ്ട് അങ്ങനെ നിസ്കരിച്ചിട്ട് സൂര്യോദയ ആവത്തോളം ദഹിക്കുന്നത്. അത്തരത്തിലുള്ള ആൾമാർക്ക് പിന്നെ പരിപൂർണമായ ഹജ്ജും ഉംറയും ചെയ്യുന്നതായ കൂലി കിട്ട് താമത്തൻ പരിപൂർണ പിന്നെ കാര്യം ഭായ മാത്രം ചെല്ലല്ല, പരിപൂർണമായ കൂലിയെ അത് കിട്ടുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയൊരു വിഷയമായിട്ട് സുബഹി നിസ്കരിച്ചിട്ട് അള്ളാഹുബേനായിട്ട് ദിക്റും തസ്ബീഹും ചെന്നിട്ട് ഖുർആൻ ഓതിട്ട് ദിക്റത് സൂര്യോദയത്തോളം എന്താ കൊതിയെന്നാ ഉറങ്ങോ തീര. ആ സമയത്ത് ഉറങ്ങെങ്കിൽ ദാരിദ്ര്യമായിട്ട് നമ്മളെ പിന്നെ ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധ്യമാണ്. അപ്പോൾ ഉറങ്ങാണ്ട് ആ സന്ദർഭത്തിൽ നല്ല എന്തെങ്കിലും കാര്യം ചെയ്യണം. ഏറ്റവും നല്ലതായിട്ട് ഇങ്ങനെ ഖുർആൻ ഓതിയിട്ട് ദിക്ർ ചെന്നിട്ട് ദിക്റത്. അതല്ലാത്ത നല്ല ഉസ്താദ്മാരുണ്ടാകുമ്പോൾ ചിലപ്പോൾ മദ്രസ പരിപാടികളും ദർസ് പരിപാടികളും അല്ലിക്കലല്ലേ. അപ്പോൾ അതല്ലാത്ത ആൾമാരെല്ലാം ആ സന്ദർഭത്തിൽ വിവാദത്തിൽ നിരത്തമാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനെ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. എല്ലാ കാര്യത്തും അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.